നമസ്കാരം. ഒരു പെർഫെക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ അഥവാ യൂലിപ്പ് പദ്ധതികൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. പറയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്ക് ഡെപ്പോസിറ്റുകളിലാണ്, ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലാണ്. ഇന്ത്യയിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം ബാങ്കുകൾ, അതായത് ഇന്ത്യയിലെ മൊത്തം ബാങ്കുകളിൽ സാധാരണ ജനങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട തുക കോടികളാണ്. ആ കോടികളിൽ അത് കേരളത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ, കേരളം നമ്മുടെ സംസ്ഥാനത്തേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് കേരളത്തിലെ വിവിധ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ മൊത്തം ഡെപ്പോസിറ്റിൻ്റെ, ബാങ്ക് FD ഡെപ്പോസിറ്റിൻ്റെ 3.86% കേരളത്തിലെ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7,24,012 കോടി രൂപയോളം ആണ് കേരളത്തിൽ മാത്രമുള്ള FD റേറ്റ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ്. ഇതിവിടെ പറയാൻ കാരണം, ഇത്തരം ഡെപ്പോസിറ്റുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്ന ആ നേട്ടം ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം ഇന്ന് കേവലം 6% താഴെ, 5% ആ റേഞ്ചിലുള്ള ഒരു ലാഭം മാത്രമാണ് ഇന്ന് അവർക്ക് ലഭിക്കുന്നത്. ഇതിവിടെ പറയാൻ കാരണം, ഒരു 4% ആളുകളാണ് സമ്പന്നരാകുന്നത്, റിച്ചായിട്ട് മാറുന്നത്. അതിനുള്ള കാരണം അവരുടെ അവസരങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ്. അവസരങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ആ ലെവലിൽ ഉയർന്നു പോകുന്നത്. നമുക്ക് ബാങ്ക് FD ലഭിക്കുന്ന ലാഭം, അതായത് റിട്ടേൺ എന്താണ്, റിയൽ റിട്ടേൺ എന്താണ്? പലരും ധരിച്ചിരിക്കുന്നത് റിയൽ റിട്ടേൺ രണ്ട് തന്നെയാണ്. അതായത് ഒരിക്കലും റിട്ടേൺ അല്ല റിയൽ റിട്ടേൺ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റിയൽ റിട്ടേൺ എന്താണെന്ന് മനസ്സിലാക്കണം. ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഇന്ന് ഏതെങ്കിലും ഒരു ബാങ്കുകളിൽ മാക്സിമം 8% ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെക്കുക. 8% ഒന്നുമില്ല, ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 8%, അതായത് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം 365 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന സമയത്ത് 8% ആണെങ്കിൽ 1,00,000-ന് 8,000 രൂപ, 8,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലാഭമായിട്ട് കിട്ടും. അതാണ് നമ്മുടെ റിട്ടേൺ. 8% റേറ്റിൽ 1,00,000 ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 8,000 രൂപ ഉണ്ടായിരിക്കും. 10 ലക്ഷം ആണെങ്കിൽ 80,000 രൂപ ഉണ്ടായിരിക്കും. ഇനി 1 കോടി രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 8 ലക്ഷം രൂപ ഉണ്ടായിരിക്കും. അതാണ് റിട്ടേൺ. അങ്ങനെ ആകുമ്പോൾ ഈ റിട്ടേൺ കിട്ടുന്ന 8%-ൽ നിന്ന് മൈനസ് ചെയ്യണം. ടാക്സ്, നികുതി മൈനസ് ചെയ്യണം. അതായത് 1% ആണെങ്കിൽ, അതായത് 8%-ൽ നിന്ന് 1% കഴിച്ചാൽ ബാക്കി 7%. ഈ 7% റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 1,00,000 ഡെപ്പോസിറ്റ് ആക്ക് 8,000 കിട്ടൂല, 7,000 അയാളെ പോക്കറ്റിക്ക് ഉണ്ടാവുകയുള്ളൂ. 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് 80,000 രൂപ ഉണ്ടാവില്ല, 70,000 മാത്രമേ അയാളെ പോക്കറ്റിക്ക് ഉണ്ടാവുകയുള്ളൂ. 1 കോടി രൂപ FD ഇട്ടിട്ടുള്ള ആൾക്ക് 8%-ൽ 8 ലക്ഷം രൂപ FD റേറ്റ് ആയിട്ടുള്ള ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് 1% ടാക്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 7 ലക്ഷം രൂപ മാത്രമേ അയാളെ പോക്കറ്റിക്ക് ഉണ്ടാവുകയുള്ളൂ. അതാണ് റിട്ടേൺ. സാധാരണ ആളുകൾ, പ്രത്യേകിച്ച് NRI ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ബാങ്കിൽ ഓരോ വർഷത്തിലും ഇത്ര രൂപ ഞാൻ എല്ലാ വർഷവും FD ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് പറയാം. അപ്പോൾ എത്ര FD ഇട്ടിട്ടുണ്ട്? 10 ലക്ഷം രൂപ ഓരോ വർഷവും FD ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എത്ര റിട്ടേൺ കിട്ടുന്നത്? റിട്ടേൺ കിട്ടുന്നത് 7%, 7%, 8% ഒക്കെ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 8% അവർക്ക് കയ്യിൽ കിട്ടണില്ല. അതാണ്. ഇനി ഇൻഫ്ലേഷനും കൂടി നോക്കുമ്പോഴാണ് എന്താണ് ഇൻഫ്ലേഷൻ, അത് നമുക്ക് നോക്കാം എന്താണല്ലോ ക്ലിയറായിട്ട്. ഇന്ന് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ബാങ്കിൽ FD ഇട്ടിട്ട് മാക്സിമം 8%, 8ഒന്നുമില്ല, 8% കിട്ടുന്നുണ്ടെന്ന് വെക്കുക. ഉദാഹരണം എടുക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 8% റേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വ്യക്തി ഒരു 10 ലക്ഷം രൂപ വേണ്ട, എളുപ്പമായിട്ട് ഒരു 1 ലാക്ക്, ഒരു 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അയാൾക്ക് 8% റേറ്റിലാണ് എങ്കിൽ എത്ര കിട്ടുക? 1,00,000-ന് 8%, 8,000 രൂപയാണ് അയാൾക്ക് ആ പ്രോഫിറ്റായിട്ട് കിട്ടുക. അതാണ് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ. അതാണ് ഇൻഫ്ലേഷൻ്റെ റേറ്റ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന ഒരു ഭാഗമുണ്ട്. അത് ആ സൈറ്റിൽ നിന്ന് കറക്റ്റ് ഓരോ ദിവസത്തും കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളും പല രീതിയിലാണ് ഇൻഫ്ലേഷൻ്റെ റേറ്റ് കിടക്കുന്നത്. അതായത് കേരളത്തിലുള്ള പോലെ റേറ്റല്ല ഇൻഫ്ലേഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ. ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ കിടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഇൻഫ്ലേഷൻ്റെ റേറ്റിൽ ഇന്ത്യയിൽ തന്നെ 4 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അതായത് അതിലുണ്ട്, ഓരോ കളറായിട്ട് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്, നീല, കൂടുതൽ, അങ്ങനെ കാട്ടിത്തരാം. അതായത്
2% താഴെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. 2-ൻ്റെയും 4-ൻ്റെയും ഇടയിൽ ഇൻഫ്ലേഷൻ റേറ്റുള്ള സംസ്ഥാനമുണ്ട്. 4-ൻ്റെയും 6-ൻ്റെയും ഇടയിൽ ഇൻഫ്ലേഷൻ റേറ്റുള്ള സംസ്ഥാനമുണ്ട്. അതുപോലെ തന്നെ 6% മുകളിലുള്ള സ്റ്റേറ്റുകളിൽ, അങ്ങനെ 6% മുകളിലുള്ള സ്റ്റേറ്റ് ഇന്ന് ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ നമ്മൾ ഇവിടെ കേരളം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ളത് കേരളത്തിലാണ്. 6.71% ഇൻഫ്ലേഷൻ റേറ്റ്. ഇത് ഇന്നത്തെ കണക്കാണ് കേട്ടോ. ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, കൂടിയും കുറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ റേറ്റ് 6.71% കേരളത്തിലുള്ളത്. ഇത് 2025 ഈ കഴിഞ്ഞ മാസം ജൂണത്തെ കണക്കാണ് ഇവിടെ സൈറ്റിൽ കാണുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലാണ്, കറക്റ്റായിട്ടുള്ള ഒരു റേറ്റാണ് 6.71. അപ്പോൾ ഇവിടെ മലയാളികളായിട്ടുള്ള NRIs ഒക്കെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം കാലത്തിനനുസരിച്ചുള്ള മൂല്യം കൂടി ലഭിക്കണം. അപ്പോൾ ഇനി നോക്കാം. യഥാർത്ഥ റിട്ടേൺ നമുക്ക് കിട്ടുന്ന റിട്ടേൺ 8% ആണെങ്കിൽ 8% നമ്മൾ ടാക്സ് 1% കിഴിച്ച്, അപ്പോൾ ബാക്കി 7% നമ്മൾ പോക്കറ്റിലേക്ക് ഉണ്ടാവുള്ളൂ. ഇനി ഈ ഇൻഫ്ലേഷനും കൂടി കിഴിക്കണം. ഇൻഫ്ലേഷൻ കേരളത്തിലുള്ള ഇൻഫ്ലേഷൻ 6.71 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7% നമുക്ക് കിട്ടുന്ന റിട്ടേണിൽ നിന്ന് ഈ ഇൻഫ്ലേഷൻ ആകുന്ന 6.71 കൂടി കിഴിക്കുമ്പോൾ എത്ര ബാക്കി ഉണ്ടാവുക? അതാണ് റിയൽ റിട്ടേൺ. എത്ര ഉണ്ടാവും നമ്മൾ നോക്കാം. അതായത് 6.71 കിഴിച്ചിട്ടുണ്ടെങ്കിൽ 0.29 എന്ന് വെച്ചാൽ 29 പൈസയാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അതാണ് റിയൽ റിട്ടേൺ. ഇനി നമ്മുടെ ഉദാഹരണത്തോടെ നോക്കുമ്പോൾ, അപ്പോൾ 1 lakh 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് അടുത്ത വർഷം യഥാർത്ഥത്തിൽ എത്രയേ കിട്ടുള്ളൂ? 8,000 കിട്ടുന്നുണ്ടോ? ഇല്ല. 7,000 ടാക്സ് കഴിച്ച് 7,000 കിട്ടുന്നുണ്ടോ? ഇല്ല. ഇൻഫ്ലേഷനും കഴിച്ച് ബാക്കി എത്ര കിട്ടുന്നത്? 0.29 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 290 രൂപയാണ്. 1,290 രൂപയാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ അത് 10 ലക്ഷം ഡെപ്പോസിറ്റ് ആക്കുകയാണെങ്കിൽ അയാൾക്ക് 2,900 രൂപ അയാൾക്ക് അതായത് റിയലായിട്ടുള്ള റിട്ടേൺ ആയിട്ട് കിട്ടും. 1 കോടി ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാണെങ്കിൽ എത്ര വരിക? 29,000 രൂപയാണ് അയാൾക്ക് കിട്ടുന്നത്. അതാണ് യഥാർത്ഥ റിയൽ റിട്ടേൺ. അതാണ് റിട്ടേണും റിയൽ റിട്ടേണും എന്താണുള്ളത്. കഴിഞ്ഞ ഫ്രൈഡേയിൽ എല്ലാ മാസവും നടക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഗൂഗിൾ മീറ്റിങ്ങിൽ, അതായത് വെബിനാറിൽ ഈ ഒരു വിഷയമാണ് ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിയൽ റിട്ടേൺ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ റിയൽ റിട്ടേൺ എന്നുള്ള ഇത് കറക്റ്റ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് എല്ലാവരും ഷോക്കായി നിൽക്കുന്നത്. ശരിയാണ്, അത് നമ്മൾ ആരും ചിന്തിക്കണില്ല. അതൊരു എന്താ പറയുക, സൈലൻ്റ് കില്ലർ തന്നെയാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്ന സമയത്ത് നമ്മളെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണ്. സിമ്പിളായിട്ട് സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതി പറയുകയാണെങ്കിൽ, ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം അടുത്ത വർഷം എത്ര? ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞത് 6.71, അതായത് 106.71 രൂപ അടുത്ത വർഷം കൊടുക്കണം. അതാണല്ലോ ഇൻഫ്ലേഷൻ. അങ്ങനെ ആകുമ്പോൾ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഒരു NRIനെ സംബന്ധിച്ച് സ്വന്തം വീടും കുടുംബവും നാടൊക്കെ വിട്ട് തന്നെ നാട്ടിൽ പോയി 10 കാശ് ഉണ്ടാക്കുകയാണ്. അവരുണ്ടാക്കുന്ന ആ തുക മാറ്റിവെക്കണം, നാളേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. അത് ഒരു പക്ഷേ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വിവാഹം, റിട്ടയർമെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം സ്വരൂപിച്ച് വെക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ തുകയ്ക്ക് കാലത്തിനനുസരിച്ചുള്ള മൂല്യം ഇല്ലെങ്കിൽ പിന്നെ എന്താ ആ ഡെപ്പോസിറ്റ് കൊണ്ട് എന്ത് ഗുണമുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ടത്.